ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി പ്രിയയെ ക്ഷണിക്കുന്നു. കുമാരി പ്രിയ പി.കെ. പറ്റി രണ്ട് വാക്ക്. നമ്മുടെ മലയാളം.com എന്നതിൻ്റെ എഡിറ്ററാണ് പ്രിയ. എഴുത്തുകാരിയാണ്. ഇതിനുമുമ്പ് തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ച് ക്ഷേത്രങ്ങൾ ചരിത്രവും ഐതിഹ്യവും എന്ന പുസ്തകവും അവർ എഴുതിയിട്ടുണ്ട്. കുമാരി പ്രിയ പി.കെക്ക് അഭിനന്ദനം. ഈ തെക്കുമുറി കുമ്മാട്ടിയുടെ കാരണവരായ ശ്രീ അപ്പുട്ടേട്ടൻ കുമാരി പ്രിയ പി.കെക്ക് ഒരു ഉപഹാരം സമർപ്പിക്കുന്നു. ഈ അഷ്ടമൂർത്തിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി സമർപ്പിക്കുന്നത് ശ്രീ മാനസൻ. ആദരവ് ഏറ്റുവാങ്ങിയ അമ്മമാരുടെ പ്രതിനിധി ശ്രീമതി വാസന്തി ഗോപാലിനെ സാദരം ക്ഷണിക്കുകയാണ് രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി. സദസ്സിലുള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂട്ടുകൾ. 1962 മാർച്ച് മാസത്തില് കാരപ്പുറത്തെ തറവാട്ടിലേക്ക് ഒരു വധുവായിട്ട് വന്നു കയറിയവളാണ് ഞാൻ. അത് കഴിഞ്ഞ് ഒരു ചടങ്ങ്, പല ചടങ്ങുകളും ഉള്ള തൃശ്ശൂർ നാട്ടില് ഒരു ചടങ്ങ് വഴി ഈ മണിയുമായി എനിക്ക് ബന്ധം ഉണ്ടായി. അന്ന് മുതൽ ഇന്ന് വരെ ഒലയാതെ നിൽക്കുന്ന ഒരു ബന്ധമാണ് ഈ മണിയുമായി നിലനിന്ന് പോകുന്ന ആ ബന്ധം. കുമ്മാട്ടി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അതിശയമായിരുന്നു. എൻ്റെ നാട്ടിലില്ലാത്തൊരു കാര്യമാണ് കുമ്മാട്ടി. എൻ്റെ നാട് എന്ന് പറയുമ്പോൾ അത് വളരെ ദൂരെ എന്നല്ല, ഇവിടുത്തെ ഒരു 50 കിലോമീറ്റർ അപ്പുറത്ത് തിരുവിലാമല എന്ന സ്ഥലമാണ് എൻ്റെ സ്വന്തം സ്ഥലം. ഒരു ചെറിയ കുഗ്രാമം. ഇവിടെ നോക്കി വന്നെത്തിയപ്പോൾ ഈ കുമ്മാട്ടി അതുപോലെ ഇവിടുത്തെ ഭാഷയിലും പെരുമാറ്റത്തിലും ചടങ്ങുകളിലും ഒക്കെ തന്നെ 50 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ എങ്കിലും വ്യത്യസ്തതകൾ ഉണ്ടായിരുന്നു. കുമ്മാട്ടി ആദ്യം അതിശയമായിരുന്നെങ്കിലും പിന്നെ മനസ്സിൻ്റെ ഒരു ഭാവമായി മാറി. ഓണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ രണ്ട് കാര്യമാണ് മായാതെ മനസ്സിൽ നിൽക്കുന്നത്. ഒന്ന് കുമ്മാട്ടി, രണ്ടാമത് മൂന്നാം ഓണത്തിൽ നാൾ തറവാട്ടിൻ്റെ കോലായിലിരുന്ന് നാടൻ പാട്ടുകളുടെ ഗ്രന്ഥത്തിൻ്റെ ചുരുളഴിയുന്ന ആ നിമിഷങ്ങൾ, കൊതിയോടെ കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ്. ഒരു ഉറക്കുപാട്ട് പോലെ കുമ്മാട്ടിയെ കുറിച്ചും നാടൻ പാട്ടുകളെ കുറിച്ചും ഒക്കെ എൻ്റെ ഭർത്താവ് ഡോക്ടർ കെ ഗോപാലൻ, കാരപ്പുറത്ത് ഗോപാലൻ എനിക്ക് പറഞ്ഞു തന്ന, എന്നിലേക്ക് പകർന്നു തന്ന ആ വിചാരങ്ങൾ ഒക്കെ ഇന്ന് എൻ്റെ മനസ്സിൽ കൊണ്ടുവരുന്നു. ഒരു മാതൃമന്ദിരത്തോടുകൂടി ഇവിടെ ആരംഭിച്ച ഈ പരിപാടി അമ്മ എന്ന സങ്കല്പത്തെ എത്ര അധികം വിലമതിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. കുമ്മാട്ടിയുടെ ഉത്സാഹം പുറത്ത് തകർക്കുമ്പോൾ അകത്ത് അമ്മമാരും ഒപ്പം തന്നെ പ്രയത്നശീലരായിരുന്നു. അവർക്ക് അലസതയ്ക്ക് സമയമുണ്ടായിരുന്നില്ല. അവരെ ആദരിക്കണം എന്ന് തോന്നിയ ആ മഹത് മനസ്സുകളെയെല്ലാം ഞാൻ ആദ്യമായി തന്നെ വരയ്ക്കട്ടെ. എന്നും ഈ കുമ്മാട്ടിയും ഈ സംസ്കാര പാരമ്പര്യവും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു ഓണം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീ അപ്പുട്ടേട്ടനെ ക്ഷണിക്കുകയാണ് നമ്മോട് സംസാരിക്കുന്നതിനായി. ഈ കുമ്മാട്ടി കേട്ടുമാട്ടിൽ നിന്ന് തുടങ്ങിയിട്ട് 100 ചില്ലാതെ കൊല്ലമായി. പക്ഷേ 75 കൊല്ലം ഈ മുഖത്തിൻ്റെ കാര്യം മാത്രമാണ്. അതിനു മുമ്പ് പാള കൊണ്ടുള്ള മുഖം വെച്ചിട്ട് കുമ്മാട്ടി കിട്ടുന്നത്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ പാളമുഖമായിരുന്നു. അതിനുശേഷം സുസ്നാഥൻ്റെ ഭാഗമായി മാറി. അതിനുശേഷം 1941 മുതൽ മതക്കൊണ്ടുള്ള മുഖമാണ്. അത് സാധിപ്പിച്ചത് ഞങ്ങളുടെ കാരണന്മാരായിട്ടുള്ള കാരപ്പുറത്ത് മാധവൻ നായർ, ഗോവിന്ദൻകുട്ടി നായർ, രാമേട്ടൻ മുതലായവരാണ്. അതിനു മുമ്പ് എനിക്ക് ഒന്ന് പറയാനുള്ളത്, ഇവിടുത്തെ ഞങ്ങൾക്ക് വേണ്ടി എല്ലാ പ്രോത്സാഹനങ്ങളും ചെയ്തുവെന്ന് തൈക്കാട്ട് ഓമന കുഞ്ഞാത്തിനെ പറ്റിയാണ്.
ആരും അത് ഇതുവരെ പരാമർശിച്ചു കേട്ടില്ല. അവർ നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാനായിട്ട് തയ്യാറായിരുന്നു. അത് കലാകാരൻ ചെയ്തിട്ട് ഒരു കൊല്ലമായും അവരുടെ ഭാവന ശ്രമതയ്ക്ക് വേണ്ടിയിട്ട് 2 മിനിറ്റെങ്കിലും എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എനിക്ക് എത്രമാത്രം പറയാനുള്ളൂ ഒന്നും പറയാനില്ല. ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിനായി ഡോക്ടർ മുരളീധരനെ ക്ഷണിക്കുന്നു. വേദിയിലിരുന്നിരുന്ന സുരേഷ് ഗോപി മുതൽ അജിത ജയരാജൻ എന്നിവരാരൊപ്പില്ല. നമ്മുടെ സ്വന്തം വൈശാഖൻ മാഷുണ്ട്. കൃഷ്ണമൂർത്തി പിന്നെ നമ്മുടെ ഒരു വീട്ടിലെ അംഗം തന്നെയാണ്. പിന്നെ മറ്റുള്ളവരെയൊന്നും ഞാൻ കൂടുതൽ ഇത് പറഞ്ഞ് പേരെടുത്ത് പറയുന്നില്ല. പിന്നെ ഫ്രണ്ടിലിരിക്കുന്നവരെല്ലാം ചേട്ടന്മാർ, ചേച്ചിമാർ, വല്യമ്മമാർ, മുത്തശ്ശിമാർ, പിന്നെ യങ്ങർ ജനറേഷൻ. കുമ്മാട്ടിയെ പറ്റി പറയാനാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. എൻ്റെ ഓർമ്മ ഒരു 1959 തൊട്ട് തുടങ്ങിയെന്നാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. അന്നത്തെ കുമ്മാട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻസി എന്ന് പറയുന്നത് സായിപ്പ് മാതാമി, സന്യാസിയിൽ നിന്നും തുടങ്ങി സായിപ്പ് മാതാമയിൽ വന്ന് പിന്നെ അവിടെ നിന്ന് മെല്ലെ മെല്ലെ നമ്മുടെ പുരാണ കഥാപാത്രങ്ങളിലേക്ക് കയറി എവിടെയോ ഒരിക്കൽ തേരിൻ്റെ സങ്കല്പം വന്നു. അങ്ങനെ തേരിൻ്റെ സങ്കല്പത്തിൽ വന്ന് തേരന്വേഷിച്ചിട്ട് ഞാനും എൻ്റെ സുഹൃത്തെന്ന് പറയില്ല, ഞങ്ങളെ കണ്ണൂരായിരുന്നു, മേനോൻ്റെ വേണു, പൊന്നപ്പൻ ഇവിടെ കണ്ടില്ല. പൊന്നപ്പനെ ഞാൻ കാണുന്നൊക്കെ വിചാരിച്ചു. ഏതാണ്ട് ഒരു 3 മാസത്തോളം തേരന്വേഷിച്ച് നടന്നു. ആരോ പറഞ്ഞു അഞ്ചേരിയിൽ തേര് കാണും. അഞ്ചേരി പോയി അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് പറ്റിയ തേരൊന്നും കൂടി ഇല്ല. പിന്നെ ആരോ പറഞ്ഞു പൂങ്കുന്നത്തെ തേര് കിട്ടും. പൂങ്കുന്നത്ത് ചെന്ന് നോക്കിയപ്പോഴവർ പറഞ്ഞു ഇവിടെ തേരൊന്നുമില്ല. അങ്ങനെ തേരന്വേഷിച്ച് നടക്കുന്ന കൂട്ടത്തിൽ ആരോ പറഞ്ഞു അരുണാട്ടേരയിൽ പോയാൽ തേര് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും പൊന്നപ്പനും മേനോൻ്റെ വേടും കൂടെ അരുണാട്ടേരയിൽ പോയൊരു കാരണം അവരുടെ കയ്യിൽ നിന്ന് 12 രൂപയ്ക്ക് തേര് വാടകയ്ക്ക് എടുത്ത് കൊണ്ടുവന്നു. പക്ഷെ ഒരൊറ്റ കണ്ടീഷൻ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിന്, തേരിൽ ആണി അടിക്കാൻ പാടില്ല. ഞങ്ങൾ ആണിയൊന്നും അടിച്ചില്ല. തേരൂടെ കൊണ്ടുവന്ന് തേരിൻ്റെ മകുടം മൊത്തം ഊരി താഴെ വെച്ച്, അന്ന് നമ്മുടെ ഗോവിന്ദൻ ആചാര്യായിരുന്നു നമ്മുടെ തേരിൻ്റെ മകുടം ഊരി വെച്ച് ഞങ്ങളതിൽ ആദ്യമായിട്ട് ആ തേരിൽ കയറ്റിയിരുത്തിയത് നമ്മുടെ നടത്തറ മേനനെ വില്ലുമംഗല സ്വാമിയാരായിട്ടും, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പടിക്കുട്ടപ്പേട്ടൻ്റെ മകള് ചന്ദ്രികയായിരുന്നു കിട്ടിയത്. അങ്ങനെ തേരിലെ ഒരു സവാരി. അതിന് മുമ്പ് നമ്മുടെ ആൻഡ്രൂസിൻ്റെ തേര്, നമ്മുടെ മൂസിൻ്റെ തന്നെ സ്ട്രോങ് റെക്കമെൻഡേഷനിൽ ആൻഡ്രൂസിൻ്റെ വണ്ടി തേര് ആയിട്ട് ഞങ്ങൾ ഉപയോഗിച്ചു. അതിലാദ്യമായിട്ട് കഥകളി വേഷം കെട്ടിയിരുന്ന ആള് ഇവിടെ എവിടെയോ നിൽപ്പുണ്ട്. നമ്മുടെ അനിരുദ്ധനായിരുന്നു, വടക്കേമുടത്തിൽ അനിരുദ്ധൻ. പിന്നെ തേരായി അനിരുദ്ധൻ കൃഷ്ണനായി. അനിരുദ്ധൻ്റെ കൂടെ നമ്മുടെ ഇടയിൽ ഇന്നില്ല നമ്മുടെ കൊച്ചോപ്പ ഉണ്ണികൃഷ്ണൻ പടക്കല്ല, ഉണ്ണികൃഷ്ണൻ അർജുനനായി. അങ്ങനെ ഒരു കാലഘട്ടം അങ്ങനെ പോയി. കഥകളി വേഷങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പറഞ്ഞത് അടുത്തത് ഗരുഡവേഷമാണ് എന്ന്. ഗോപാലകൃഷ്ണനാണ് ഈ കഥ. അന്ന് ഞങ്ങളുടെയൊക്കെ 3 പേരാണ് അന്ന് തെക്കുമുറി കുമ്മാട്ടിയിലെ ആള്. വേൾഡ് ബാങ്ക് എന്ന രീതിയിൽ പറയുന്ന നമ്മുടെ ഗൗരിയടുത്ത് മുമ്പിലിരിപ്പുണ്ട് ഗോപാലകൃഷ്ണൻ, നമ്മുടെ വടക്കേല ഗോപാലേട്ടൻ, അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി വിഷ്ണു ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ ഇവിടെ ഇരിപ്പുണ്ട്, ജയകൃഷ്ണൻ. മറക്കാൻ പറ്റില്ല. ഫൈനാൻസിയർ എന്ന് പറയുന്ന അഡ്വാൻസായിട്ട് പൈസ തന്ന് കുമ്മാട്ടി തയ്യാറാക്കുന്നതിൽ ഗോപാലകൃഷ്ണൻ്റെ ഭാഷയിൽ പറഞ്ഞ വേൾഡ് ബാങ്കായിരുന്നു ഞങ്ങളുടെ ഗോപാലേട്ടൻ. ഈ തെക്കുമുറി കുമ്മാട്ടി ഇന്ന് ഈ നിലയിൽ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫുൾ ക്രെഡിറ്റ് നമ്മുടെ ഗോപാലേട്ടന് തന്നെയാണ്. മറക്കാൻ പറ്റില്ല. അതിൻ്റെ കൂട്ടത്തിൽ
പരമായ ഐഡിയകൾ തന്നിരുന്ന ആളായിരുന്നു ഗോപാലകൃഷ്ണേട്ടൻ. എന്ത് വേണം, അടുത്ത കൊല്ലം അത്, അടുത്ത കൊല്ലം ഇത്, പിന്നത്തെ കൊല്ലം ഇത്, മൂന്നാമത്തെ നാൾ വടക്കുംമുറി കുമ്മാട്ടി പോയി കഴിഞ്ഞാൽ ഈ മണിക്കില മൂലക്കില് നിന്നിട്ട് അടുത്ത കൊല്ലം നമ്മൾ അത് ചെയ്യും, അടുത്ത കൊല്ലം ഇത് ചെയ്യും എന്നൊക്കെ പറയുന്ന. പിന്നെ ഇതിൻ്റെ എല്ലാം പിന്നില് ശക്തി സ്രോതസ്സായിരുന്നത് ഞങ്ങളുടെ വടക്കൂട്ട അപ്പേട്ടനായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് ഞാനൊക്കെ 6ലും 5ലും 6ലും 7ലൊക്കെ പഠിക്കുന്ന പ്രായം. അപ്പം ഇതിൻ്റെ ഞങ്ങൾക്ക് പ്രാപ്യനായ വ്യക്തി വടക്കൂട്ട അപ്പേട്ടനായിരുന്നു. അപ്പേട്ടൻ്റെ അടുത്ത് ഒരു അപ്പേട്ടൻ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അപ്പേട്ടൻ ഇതുണ്ട്, അത് കുഴപ്പമില്ല നമുക്ക് ചെയ്യാൻ, അത് കുഴപ്പമില്ല. ഗോപാലേട്ടൻ്റെ അടുത്തൊന്ന് പറയാം അതൊക്കെ നമുക്ക് ചെയ്യാൻ, അത് കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ഗോപാലകൃഷ്ണനെ പിടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ 3 പേരെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് സായിപ്പ്, മാതാമ്മ, സന്യാസി ഇവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് ഓർമ്മയില്ല. നമ്മുടെ ആദ്യത്തെ ഫാൻസി നമ്മുടെ മേനോനായിരുന്നു. മേനോൻ്റെ ചായക്കട മേനോൻ, അദ്ദേഹത്തിൻ്റെ മകൻ ഇവിടെ ബാലകൃഷ്ണൻ ഇരിപ്പുണ്ട്. പിന്നെ കൃഷ്ണൻ കെട്ടിയ ഉണ്ണിയേട്ടൻ കൂടി ഉണ്ടായിരുന്നു. അവിടൊക്കെ നമ്മുടെ പനവളപ്പിൽ ഉണ്ണിയേട്ടൻ്റെ കൂടെ ബോഡി ഗാർഡായിട്ട് കണ്ണൻ, പിന്നിലെ വെഞ്ചാമരം പിടിക്കാനായിട്ട് മേനോൻ, കൊട, അന്ന് നടപ്പ് തന്നെയായിരുന്നു. ഇതൊക്കെ നമ്മുടെ കുമ്മാട്ടിയുടെ ഓരോ കാലഘട്ടത്തിൻ്റെ ഫാൻസി ഡ്രസ്സായിട്ട് ഇങ്ങനെ മാറി 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 മാറി. ഇന്ന് ചോദിച്ചു ഫാൻസിക്ക് എത്ര രൂപയാണ് പൈസ വരുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു ഒരു 80-85 വരും എന്ന് പറഞ്ഞു. ആദ്യത്തെ ഫാൻസി ഈ ഗരുഡവാഹനം ആണ് എന്ന് പറഞ്ഞപ്പോൾ ഞാനും പൊന്നപ്പനും വേണും കൂടെ പറഞ്ഞു നമുക്ക് ഗരുഡനെ ഉണ്ടാക്കിയാലോ എന്ന് ചോദിച്ചു. അന്ന് ഇതൊക്കെ തന്നെ ഒരു ഭ്രാന്താണ്. ഇങ്ങനെ നടന്ന് സെൻറ്റ് മേരീസ് പ്രതിമ നിർമ്മാണ കേന്ദ്രത്തിൽ ചെന്നു. അവിടെ വിൻസെൻ്റ് എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ ചേട്ടൻ, കുട്ടമ്മാനെ അറിയാം, അദ്ദേഹത്തിൻ്റെ ചേട്ടൻ പറഞ്ഞു നിങ്ങൾക്ക് ഇത് ഞങ്ങൾ സിമെൻറ്റെല്ലാം ഉണ്ടാക്കണത്, ഇത് വലിച്ചുകൊണ്ട് നടക്കാനൊന്നും പറ്റില്ല, റോട്ടിൽ കൂടെ നടക്കുമ്പോൾ ഇത് ഒടിഞ്ഞു കുറഞ്ഞു വരും, നിങ്ങൾക്ക് പറ്റിയ ഒരാളുണ്ട് ജോണി നമ്മുടെ അഞ്ചേരിക്കാവിലാണ് താമസം. അഞ്ചേരിക്കാവിലെന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയാം എന്ന് പറഞ്ഞ് പൊന്നപ്പനും ഞാനും ഒക്കെ കൂടെ പോയി. അനിരുദ്ധനും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ എന്നാണ് ഓർമ്മ. ഞങ്ങളൊക്കെ കൂടെ പോയി ജോണിയെ കാണുന്നു. ജോണിയുടെ അടുത്ത് ഐഡിയ അവതരിപ്പിക്കുന്നു. ഇവിടെ ആരുടെ അടുത്തും പറഞ്ഞില്ല ഇങ്ങനൊരു പരിപാടി ഉണ്ടെന്ന്. അപ്പം ജോണി സമ്മതിക്കുന്നു. എത്ര രൂപയാവും എന്ന് ചോദിക്കുമ്പോൾ ജോണി പറഞ്ഞു 100 രൂപയാവും, ഗരുഡനെ ഉണ്ടാക്കാൻ 100 രൂപ. അപ്പോൾ 100 രൂപ ഞങ്ങൾക്ക് നേരിട്ട് ചോദിച്ചാൽ വേൾഡ് ബാങ്ക് തരില്ല, എന്ന് വെച്ചാൽ ഗോപാലേട്ടൻ തരില്ല. അപ്പോൾ 100 രൂപ ഉണ്ടാക്കണം. അങ്ങനെ ഞങ്ങളൊരു ബാലസമാജം കുമ്മാട്ടി തട്ടിക്കൂട്ടി ഉണ്ടാക്കി. വേണു ആണ് അന്ന് ഞങ്ങളുടെ ഫൈനാൻസിയർ. അതായത് വേണുവിൻ്റെ ചായക്കടയുണ്ട്, വേണുവിൻ്റെ കാശുപെട്ടിയിൽ നിന്ന് എത്ര പൈസ വേണമെങ്കിലും. അതുപോലെ പൊന്നപ്പനും ഒരു ചായക്കട മുതലാളിയാണ്. പക്ഷെ പൊന്നപ്പന് അത്ര ഈസി ആയിട്ടൊന്നും കൈയിട്ട് വരാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു 10-50 റുപ്യ ഉണ്ടാക്കാം. തിരുവോണത്തിനാൾ ഞങ്ങളൊരു കുമ്മാട്ടി ഇറക്കി. അങ്ങനെ ബാലസമാജം കുമ്മാട്ടി ഇറക്കിയിട്ട് അങ്ങനെ ഒരു 10-25-30 രൂപ ഉണ്ടാക്കി. അങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ട് പക്ഷെ കാര്യങ്ങളൊക്കെ ഭംഗിയായി. കാരണം ഈ ഗരുഡൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തന്നെ അന്തം വിട്ടു. ഞങ്ങൾ പതുക്കെ ഗോപാലകൃഷ്ണനെ മണിയടിച്ചിട്ട് പറഞ്ഞു, ഗോപാലകൃഷ്ണ നമുക്കൊരു സ്ഥലം വരെ പോകണം. എങ്ങോട്ട്? അഞ്ചേരി. എന്താ സംഗതി? അത് ഗോപാലകൃഷ്ണ അവിടെ വന്ന് നോക്കിയിട്ട് കണ്ടാൽ മതി. എന്നിട്ട് ഗോപാലകൃഷ്ണനെ ഞങ്ങൾ ഇവിടുന്ന് ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയി ജോണിയുടെ വീട്ടിൽ ഈ ഗരുഡനെ കാണിച്ചു കൊടുത്ത് ഇങ്ങനെ ഇതിൻ്റെ അന്ന് സ്ട്രക്ചറായിട്ടുള്ളൂ. ഇങ്ങനെ ഗോപാലകൃഷ്ണനായിട്ട് അത് കണ്ടിട്ട് പറഞ്ഞു ഇത് അടിപൊളിയാണ്, എത്രയും ചിലവ്? ചിലവിൻ്റെ കാര്യം പ്രശ്നം 100 രൂപ ചോദിക്കണേ, അത് നമുക്ക് എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം, പക്ഷെ ഇത് കസറുട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഗരുഡ വാഹനം ഇറക്കി. അത് ഇറങ്ങിയ സമയത്ത് ഇന്നും ഓർമ്മയുണ്ട്, പല കഥാപാത്രങ്ങളും നമ്മുടെ മരിച്ചുപോയവരുടെ ഓർമ്മിക്കാനുള്ളൊരു അവസരമായിട്ട് ഞാൻ ഉപയോഗിക്കുകയാണ്. ഗരുഡ വാഹനം വന്നു കഴിഞ്ഞപ്പോൾ ആരാ മഹാവിഷ്ണു കിട്ടുക എന്ന് പറഞ്ഞപ്പോൾ അവിടെ പൊന്നപ്പൻ്റെ ചേച്ചി പറഞ്ഞു ഗോവിന്ദേട്ടൻ്റെ മോള് പ്രഭാവതി സുന്ദരിയാണ്, പക്ഷെ ഗോവിന്ദേട്ടൻ്റെ അടുത്ത് പോയി പ്രഭാവതി ചോദിക്കാൻ ആർക്കും ധൈര്യമില്ല, ചോദിച്ചാൽ എന്താ പറയാന്നറിയില്ല. ഗോവിന്ദേട്ടനെ ഇവിടെയുള്ളവർക്ക് അറിയാം, അത്ര മൂക്കത്ത് ചിന്തിയുള്ള ആളാണ്. അപ്പം അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മുടെ വാവമേന, നമ്മുടെ കൊച്ചിനമേൻ്റെ അദ്ദേഹം ഇവിടെ ഉണ്ട് എന്നാണ് ഓർമ്മ. അപ്പോൾ അദ്ദേഹത്തെ വാവമേനെ പറഞ്ഞു, വാവമേനെ പറഞ്ഞു ഞാൻ വരാം ഗോവിന്ദേട്ടൻ്റെ കൂടെ സംസാരിക്കാൻ. ഞാനും
വാമേൻ്റെ കൂടെ സൈക്കിളിൽ പോകുന്നു. അപ്പോൾ വാമേന എൻ്റെ അടുത്തൊരു ബുദ്ധി പറഞ്ഞു തന്നു. നമ്മുടെ ഐഡിയ എന്ന് പറയരുത്. കുഞ്ഞാത്തിൽ പറഞ്ഞു ഗോവിന്ദനോട് പ്രഭാവതിയെ ഈ വേഷം കെട്ടാൻ വിടണമെന്ന് പറഞ്ഞു കുഞ്ഞാത്തളുടെ പേര് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും വാമേൻ്റെ കൂടി തൂര് ഗോവിന്ദനെ കാണാൻ പോകുന്നു. എന്താ വിശേഷം എന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു കുഞ്ഞാത്തിലൊരു ആഗ്രഹം പറഞ്ഞു. കുഞ്ഞാത്തിലോ? ഓമനയാണ്. ഓമനത്തിൽ എന്താ ഇങ്ങനെ നമ്മളൊരു ഫാൻസി കെട്ടുന്നുണ്ട്. അതിൽ മഹാവിഷ്ണുവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആരോ പറഞ്ഞു ഇങ്ങനെ പ്രഭാവതിയാണ് പറ്റിയ കുട്ടി, അത് ഗോവിന്ദനോട് പറഞ്ഞാൽ മതി. അത് പറയാൻ വേണ്ടി വന്നത്. കുഞ്ഞാത്തിൽ പറഞ്ഞെങ്കിൽ എനിക്ക് അതിന് എതിരെ അഭിപ്രായമൊന്നുമില്ല. ഓമന പറഞ്ഞാൽ പിന്നെ അതിലെന്താ. അങ്ങനെ ഓമന കുഞ്ഞാത്തലിൻ്റെ പേര് ഉപയോഗിച്ച് പ്രഭാവതിയെ കൊണ്ടുവന്ന് ഫാൻസി കെട്ടിച്ച് അങ്ങനെ കുമ്മാട്ടിക്ക് വേണ്ടി സഹകരിച്ചവരുടെ ഒരു കാര്യം പറയണം. അപ്പോൾ വാമനെ ഒന്നും നമുക്ക് മറക്കാൻ പറ്റില്ല. വാമനെ പറ്റി പറയുകയാണെങ്കിൽ ഏതോ ഒരു വർഷം, എനിക്ക് തോന്നുന്ന 60കളിലാണെന്ന് തോന്നുന്നു, രണ്ടോണത്തിനാൾ അദ്ദേഹം പട്ടാളക്കാരനായിരുന്നു. എങ്ങനെ പട്ടാളക്കാരൻ്റെ മനസ്സിലും കിഴക്കുംപാട്ടുകാരൻ നമ്മുടെ തെക്കുമുറിയുടെ കുമ്മാട്ടി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനാണ് അദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ട്രെയിനിൽ വരുമ്പോഴേ അവിടെ വെച്ചിട്ട് കുറെ മീശ കൊണ്ടുവന്നു. കുറെ മീശ രണ്ടോണത്തിനാൾ അന്ന് നമ്മുടെ കുമ്മാട്ടിയുടെ കൂടെ പോയ ഒരു 10-30 കുട്ടികൾ കൊമ്പം മീശ വെച്ചിട്ട് പോയി. കൊമ്പം മീശ വെച്ചിട്ട് പോയി. പിറ്റേ ദിവസം 3ഓണത്തിനാൾ നമ്മുടെ നാനൂറ്റിയുടെ കണ്ട 400 രണ്ടോണത്തിനാൾ മീശ മുളച്ചവരല്ലടാ നിങ്ങളൊക്കെ. അപ്പോൾ അവിടെ കൊച്ചപ്പ പറഞ്ഞു അതെ ഞങ്ങൾക്ക് 2ഓണത്തിനാൾ ഞങ്ങൾക്ക് എല്ലാവർക്കും മീശ മുളക്കി. കൊച്ചപ്പ പറഞ്ഞാൽ ഉണ്ണീഷൻ, വടക്കേ ഉണ്ണീഷൻ. അങ്ങനെ വാമേന കൊണ്ടുവന്ന മീശി ഒരു കഥാപാത്രമായി. ചൈനീസ് വാർ കഴിഞ്ഞ സമയത്ത് വാമേൻ്റെ തന്നെ ഒത്തിരി കഥകൾ അദ്ദേഹത്തിന് പറയാനുണ്ട്. അദ്ദേഹം വാമേനോൻ തന്നെ ഇവിടെ ചൈനീസ് വാർ കഴിഞ്ഞ സമയത്ത് ഇവിടെ അന്ന് എല്ലാവർക്കും ദേശഭക്തി കൊടികുത്തി വാണിരുന്ന കാലത്ത് നമ്മുടെ വെള്ളക്കിലെ പൊന്നപ്പനെ കൊണ്ട് പൊയ്ക്കാലുമ്പിൽ, ആ പൊയ്ക്കാലിന് പട്ടാളക്കാരൻ്റെ വേഷം, പൊന്നപ്പനെ തൊപ്പി പട്ടാളക്കാരൻ്റെ വേഷം. ഈ പൊയ്ക്കാല് രണ്ടും തോക്കിൻ്റെ ഷേപ്പിലുണ്ടാക്കി എന്നുള്ളത്. തോക്കിൻ്റെ ഷേപ്പിലാക്കി ഇങ്ങനെ ഇത് വെച്ചിട്ട് നടന്ന് അതൊക്കെ നമ്മുടെ തെക്കുമുറി കുമ്മാട്ടിയുടെ ആനുകാലിക പ്രസക്തി ഉള്ള പ്രമേയങ്ങൾ അവതരിപ്പിച്ച് കയ്യടി വാങ്ങിച്ചതാണ്. അപ്പം ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ കേരളേഴ്സ് നടന്നത്. ഇപ്പോൾ അതിലെനിക്കിപ്പോഴും സിനിമേനോൻ ഇപ്പം ഉച്ചയ്ക്ക് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ ചെറുപ്പക്കാര് തേര് വലിക്കാനായിട്ട് അരുണാട്ടിലേക്ക് പോകുമ്പോൾ അത് 4 കൊല്ലം 5 കൊല്ലം അദ്ദേഹത്തിൻ്റെ തേര് ഉപയോഗിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ തേര് എടുക്കാൻ പോകുമ്പോൾ വാമേന്ന് ഞങ്ങളുടെ കൂടെ വരും. സോറി അവിടെ കൊച്ചിനിയമ്മേന്ന് ഞങ്ങളുടെ കൂടെ വരും. എന്നിട്ട് തേര് അതിനേക്കാൾ ഉത്സാഹമായിരുന്നു 3ഓണത്തിനാൾ വൈകുന്നേരം ഈ തേര് കൊണ്ടുകൊടുക്കുക, തിരിച്ചു കൊണ്ടുകൊടുക്കുക. അപ്പോൾ ആണിയടിക്കാൻ പാടില്ല എന്നുള്ള കണ്ടീഷനിൽ തന്ന ആ തേര് നാനാവിധമാക്കിയിട്ടാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. അപ്പോൾ പകൽ വെളിച്ചത്തിലോ ഒന്നും അത് കൊണ്ടുകൊടുക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ അന്ന് സാഹിത്യ അക്കാദമിയുടെ ഓഫീസ് നമ്മുടെ ഇവിടെയായിരുന്നു, പടിഞ്ഞാറക്കോട്ടയിൽ. അപ്പോൾ തേര് അവിടെ കൊണ്ടിട്ടിട്ട് നമ്മുടെ ഇന്നത്തെ ബിന്ദു, അന്നത്തെ മാത തിയേറ്ററാണ്, അവിടെ പോയി സെക്കൻഡ് ഷോ കാണുമായിരുന്നു. ഞങ്ങൾ 5-6 പേര് കൂടി 25 പൈസ ടിക്കറ്റ് കൊടുത്തിട്ട് സെക്കൻഡ് ഷോ കണ്ടിട്ട് രാത്രി 2 മണിക്ക് കാരണവരുടെ വീട്ടിൽ തേര് കൊണ്ടിടും. എന്നിട്ട് കാരണവർക്ക് 12 രൂപ കൊടുത്തിട്ട് പറയാം ശരി ശരി കാരണവരെ ഞങ്ങൾ പോവാട്ടോ, വിട്ടോടാ തോമസ് കുട്ടി എന്ന് പറയുന്ന പോലെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചൊരു ഒരു ഓട്ടം ഉണ്ട് ആ തേര് കൊടുത്തിട്ട്. ഇനി പിന്നെ അടുത്ത കൊല്ലല്ലേ അപ്പം കാണാൻ. അങ്ങനെ ഒത്തിരി ഓർമ്മകൾ അയവിറക്കാൻ അവസരം തന്ന ഇവിടെ സംഘാടകർ എന്ന് പറയില്ല. ഞാൻ ഈ സംഘാടകരുടെ ഇടയിലുള്ള സംഘടനത്തിൽ പെട്ടൊരു വ്യക്തിയാണ്. എല്ലാവർക്കും നേരത്തെ ഇവരെല്ലാവരും പറഞ്ഞ പോലെ ഊഷ്മളമായ ഓണ ആശംസകൾ. കുറച്ച് ഓർമ്മകൾ ഉണ്ട് എനിക്കും. പ്രിയയുടെ കൂട്ടത്തിൽ കൂടിയിട്ട് ഇങ്ങനെയുള്ള കുറെ തെക്കുമുറി കുമ്മാട്ടിയുടെ വളർച്ചയുടെ കൽപ്പടവകൾ എന്നോ എന്തൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഈ ഫാൻസിയുടെ ചേഞ്ച്, അതായത് 100 രൂപയിൽ ജോണിയെ കൊണ്ട് ചെയ്യിച്ച ഫാൻസിക്ക് ഇന്ന് 85,000 രൂപയോളം ആവുമെന്ന് പറയുമ്പോൾ എന്താ പറയുക, ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? അപ്പോൾ കൊണ്ടുപോകാൻ നമുക്ക് കഴിയും.
വേട്ടേക്കരൻ്റെ അനുഗ്രഹം നമുക്ക് എന്നും ഉണ്ടാവും. വേട്ടേക്കര സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ വരും തലമുറ ഇപ്പോൾ ഗോപാലേട്ടൻ അന്തസ്സോടുകൂടി അന്ന് ഞാനത് ചെയ്തു വെച്ചത് ഇന്ന് 16 രൂപയ്ക്ക് കുമ്മാട്ടി നടത്തി എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. 55 16 രൂപയായിരുന്നു കുമ്മാട്ടിയുടെ ചെലവ്. ഇന്നിപ്പോൾ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഒരു 2.5 ലക്ഷത്തിൻ്റെ മീതെ ഏതാണ്ട് 2.5-3 ലക്ഷത്തിൻ്റെ അടുത്ത് വരുന്നുണ്ട് കുമ്മാട്ടിയുടെ ചെലവ്. അപ്പം എന്തായാലും കാര്യങ്ങൾ നടക്കട്ടെ. 2.5 ലക്ഷം 4 ലക്ഷം ആക്കാം, 5 ലക്ഷം ആക്കാം, 50 ലക്ഷം ആക്കാം. അത് തരാനുള്ള മനസ്സുള്ളവരുണ്ടാവട്ടെ, പിരിച്ചെടുക്കാനുള്ള കഴിവുള്ളവരുണ്ടാവട്ടെ. കാര്യങ്ങൾ ഭംഗിയായി നടക്കട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഊഷ്മളമായ ഓണ വിരുന്ന് ആഹ്ലാദവും എല്ലാം നടക്കട്ടെ. നന്ദി, നമസ്കാരം. കൃതജ്ഞത അർപ്പിക്കുന്നതിനായി ശ്രീ പി മാനസേട്ടനെ സാദരം ക്ഷണിക്കുന്നു. വേദിയിലെ വിശിഷ്ട വ്യക്തികൾക്കും മാന്യസഭയ്ക്കും നമസ്കാരം. കിഴക്കുംപാട്ട് കുമരി ദേശക്കുമ്പാട്ടിയുടെ 75ാം വാർഷികാഘോഷത്തിൻ്റെ ഉദ്ഘാടനം ഇവിടെ സംഗീതമായി നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞു. ആദ്യമായി രാജ്യസഭാംഗം ശ്രീ ഭരത് ഗോപി ശാരീരികാസ്യങ്ങളെ കണക്കിലെടുക്കാതെ ഇവിടെ എത്തി ഉദ്ഘാടനവും മാതൃകവും നിർവഹിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാഗത്തിലെങ്കിലും കൃതജ്ഞത അർപ്പിക്കപ്പെട്ട നിരവധി യോഗത്തിൻ്റെ അധ്യക്ഷത വഹിച്ചു. മേയർ അജിത ജയരാജനും നന്ദി അർപ്പിക്കുന്നു. കുമാരി പ്രിയ PK എഴുതിയ തെക്കുമുറി കുമ്മാട്ടി എന്ന ഗ്രന്ഥം പ്രകാശനം ചെയ്ത ശ്രീ വൈശാഖൻ, ഏറ്റുവാങ്ങിയ ശ്രീ കൃഷ്ണമൂർത്തി എന്നിവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. പ്രിയ PK ഈ ദേശത്തിൻ്റെ അഭിമാനമായി അവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. കൗൺസിലർ സന്തോഷ് ടിയാറും നന്ദി രേഖപ്പെടുത്തുന്നു. ലൈറ്റ് ആൻഡ് സൗണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന അവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ വാസുദേവൻ മൂസിനെ ദിവപ്രകാശനം നടത്താനായിട്ട് സാദരം ക്ഷണിച്ചുകൊള്ളു. ഈശ്വര പ്രാർത്ഥന ചെല്ലുന്ന കുമാരി അഞ്ജലി വാസുദേവൻ, കുമാരി സംഗീത മാനസൻ, കുമാരി ലക്ഷ്മി സുരേന്ദ്രൻ, ശ്രീലക്ഷ്മി സുരേന്ദ്രൻ. चराचर जननी नारायणी नाद कंगन नटराज मनोहरि ज्ञान विघ्नेश्वरी राजराजेश्वरी श्री चक्रराज सिंहासनेश्वरी श्रीललिताम्बिकये. പാഠകം അവതരിപ്പിക്കാനായിട്ട് കുമാരി ആരതി പേർണാട്ടുമനയിൽ നിന്ന് കുമാരി ആരതിയെ സാധനം ക്ഷണിച്ചുകൊള്ളു. ഘോരാണാം ദാനവാനാം നിരുപമപൃതനാഭാരഖിന്നാം ധരിത്രീം ഓരോ ലീലാവതാരേഴകിനൊട്ടു സമാശ്വാസയന്തം നിതാന്തം ക്ഷീരാംഭോധൗ ഭുജംഗാധിപശയനതലേ യോഗനിദ്രാമുദാരാം നേരെ കൈക്കൊണ്ടു ലക്ഷ്മീ കുളിർമുല പുണരും പത്മനാഭം ഭജേഥ. പുരുഷാർത്ഥ ചതുഷ്ടയത്തെ സാധിപ്പാനായിക്കൊണ്ട് അഖില ജഗദാധാരഭൂതനായി സച്ചിദാനന്ദ സ്വരൂപനായി ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാൻ ശ്രീനാരായണന്റെ ശ്രീമത് പാദാരവിന്ദങ്ങളെ
ഹൃദയ കമലകർണിക മധ്യത്തിങ്കലമ്മാറുവച്ച് നിസ്തുല ഭക്തി പുരസ്സരമാക്കും വണ്ണം ഉപാസിച്ചു കൊള്ളണം. ഗുരുകാരുണ്യലക്ഷ്മി നിയോഗാൽ. എങ്കിലോ പണ്ട് യദുവംശശ്രേഷ്ഠനായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ പാണ്ഡവരുടെ ദൗത്യത്തെ നിർവഹിപ്പാനായിക്കൊണ്ട് ദാരുഗോപസ്ഥാപിതമായിരിക്കുന്ന രഥത്തിൽ കയറി ഹസ്തിനാപുരിയെ പ്രാപിച്ച് ഭീഷ്മാംഗിത്തേയ പ്രമുഖരെ വന്ദിച്ച് അന്നു രാത്രി വിദുരഭവനത്തിങ്കൽ കഴിഞ്ഞ് പിറ്റേന്ന് പ്രഭാതത്തിങ്കൽ കൗരവസഭയെ പ്രാപിപൂതം ചെയ്തു. തദനന്തരമാകട്ടെ ആലോക്യൈനം പ്രതിഹതദൃശസ്തേജസാ ഭൂമിപാലാ ചേലുസ്ഥാനാദഗണിത നൃപോതീർണദണ്ഡാ സമസ്താ സാവഷ്ടംഭ സജ ഗുരുപതി മൂഢധീ പീഠദേശാൽ വിഭ്രഷ്ടോ ഭൂൽമിഷതി പതിത ക്ഷ്മാപലക്ഷേ വിലക്ഷാ ഭൂമിപാല ഏണം ആലോക്യ പ്രതിഹതദൃശ. ഭൂമിപാലന്മാര് ഇദ്ദേഹത്തെ ആലോകനം ചെയ്തിട്ട് പ്രതിഹതദൃക്കുകളായി തീർന്നു. ഭൂമിപാലന്മാര് രാജാക്കന്മാര് കൃഷ്ണനെ കണ്ട സമയത്ത് ക്ഷണ നേരത്തേക്ക് പ്രതിഹതദൃക്കുകളായി തീർന്നു. കാഴ്ച തടസ്സപ്പെട്ടവരായി തീർന്നു എന്ന് വേണം പറയാൻ. എന്താ അതിന് കാരണം എന്നാണെങ്കിൽ തേജസ് കൊണ്ട് ഭഗവാന്റെ ശരീരത്തിൽ നിന്നും പ്രസരിക്കുന്ന തേജസ് കണ്ണിൽ തെറിച്ച് രാജാക്കന്മാർക്ക് ക്ഷണനേരത്തേക്ക് കാഴ്ച തടസ്സപ്പെട്ടു എന്ന് വേണം പറയാൻ. മാത്രല്ല സ്ഥാനാൽ ചേരു സ്വസ്ഥാനങ്ങളിൽ നിന്ന് എണീറ്റ് പുറപ്പെടുകയും ചെയ്തു. രാജാക്കന്മാരൊക്കെ ഇരുന്ന സ്ഥലത്ത് നിന്ന് എണീറ്റ് വശായി എന്ന് വേണം പറയാൻ. എന്നാൽ അഗണിത നൃപോതീർണ ദണ്ഡന്മാരായിട്ടാണ് അവരൊക്കെ എണീറ്റ് പുറപ്പെട്ടത്. ദുര്യോധനന്റെ വാക്കുകളെ ശിക്ഷയെ അവഗണിച്ചുകൊണ്ടാണ് അവരൊക്കെ എണീറ്റ് പുറപ്പെട്ടത്. എന്താ ദുര്യോധനന്റെ വാക്കുകളെ അവഗണിച്ചുകൊണ്ട് പുറപ്പെട്ടു എന്ന് പറയാൻ? കൃഷ്ണൻ സഭയിൽ വരുന്നതിന് മുൻപ് ദുര്യോധനൻ സഭാവാസികളായിട്ടുള്ള രാജാക്കന്മാരോടൊക്കെ ഇങ്ങനെ പറയണ്ടായി, അല്ലേ രാജാക്കന്മാര്, നിങ്ങൾ ആരും കൃഷ്ണൻ സഭയിൽ വരുന്ന സമയത്ത് ഇരുന്ന സ്ഥലത്ത് എണീറ്റ് കൃഷ്ണനെ ആദരിക്കരുത്. അതെന്താ ദുര്യോധനൻ അങ്ങനെ പറയാൻ? ഒരാള് വരുമ്പോ മാനിക്കല്ലേ വേണ്ടത്, അപമാനിക്കല്ലോ. പിന്നെന്താ ദുര്യോധനൻ അങ്ങനെ പറയാന്ന് വെച്ചാൽ കാരണുണ്ട്. കൃഷ്ണൻ തന്നെ അപമാനിച്ചു, അതിന് പ്രതിക്രിയ ചെയ്യണം നിരീക്ഷിച്ചിട്ടാണ് ദുര്യോധനൻ അങ്ങനെ പറഞ്ഞത്. കൃഷ്ണൻ ദുര്യോധനനെ അപമാനിക്കേ, അതെന്താ അദ്ദേഹത്തിന് അങ്ങനെ തോന്നാന്നാണെങ്കിൽ തലേ ദിവസം കൃഷ്ണൻ അവിടെ എത്തിന്ന് പറയണ്ടായല്ലോ. അപ്പൊ ദുര്യോധനൻ കേമായിട്ട് ക്ഷണിക്കണ്ടായി. ആ കൃഷ്ണ വരാം 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 വരാം, യാത്രയൊക്കെ സുഖായില്ലേ, ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലാലോ. പിന്നെ ഒരു കാര്യം, ഗൗരവമായിട്ടുള്ള വിഷയമൊക്കെ നാളെ സഭയിൽ സംസാരിക്കാം. ഇന്ന് യാത്രയൊക്കെ കഴിഞ്ഞു വന്നല്ലേ, വിശ്രമിക്കുക. ആ കുളിയും അത്താഴവും കിടപ്പും ഒക്കെ കഴിഞ്ഞ് വിശ്രമിക്കുക. പിന്നെ ഒരു കാര്യം, കൃഷ്ണൻ ഇന്നെല്ലാം എന്റെ കൂടിയാണ് കേട്ടോ. ആ കുളിയും കിടപ്പും അത്താഴവും ഒക്കെ ഒന്നിച്ചാവാം. ഇവിടെ ഒന്നിനും ഒരു കുറവുണ്ടാവില്ല എന്ന് സാരം. അല്ല, ഇവിടെ വന്ന കൃഷ്ണൻ എന്റെ കൂടെ ഉണ്ടാവുള്ളൂ എന്ന് അറിയാഞ്ഞിട്ടല്ല, എന്നാലും ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇങ്ങനെ കേമായിട്ട് ക്ഷണിക്കേണ്ടായി. പക്ഷെ ദുര്യോധനന്റെ ആ ക്ഷണം കൃഷ്ണൻ നിരസിക്കേണ്ടായത്. അല്ലേ ദുര്യോധനെ, എനിക്ക് അങ്ങയുടെ ക്ഷണം സ്വീകരിക്കാൻ നിവർത്തിയില്ല. അതെന്താ? ഞാനിപ്പോ പാണ്ഡവരുടെ ദൂതനായിട്ടാണ് വരികയുണ്ടായത്. പാണ്ഡവര് ഇപ്പൊ അങ്ങയുടെ ശത്രുക്കളാ. ആ സ്ഥിതിക്ക് അവരുടെ ബന്ധുവായിട്ടുള്ള ഞാനും ശത്രുസ്ഥാനത്താ. ശത്രുക്കളെ ഭക്ഷണത്തിന് ക്ഷണിക്കണം തന്നെ ശരിയല്ല. അഥവാ ക്ഷണിച്ചാലും ഞാനത് സ്വീകരിക്കാനും പാടില്ല. മാത്രല്ല, ഞാൻ വിദുരഭാനത്തിങ്കൾ കഴിയാനാണ് തീർച്ചയാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞ് ദുര്യോധനന്റെ ആ ക്ഷണം കൃഷ്ണൻ നിരസിക്കേണ്ടായത്. ഇത് ദുര്യോധനന് അപമാനായി. ആ വഷളൻ എന്നെ മനഃപൂർവ്വം അപമാനിക്കല്ലേ ഉണ്ടായത്. ആ കൃഷ്ണൻ അവൻ എന്റെ ഭക്ഷണം കഴിക്കില്ലാന്ന്. അപ്പൊ തന്നെ അമ്മാവനായിട്ടുള്ള ശകുനിയോടൊക്കെ ആലോചിച്ചു. അങ്ങനെ ഇതിന് പകരമായിട്ട് നാളെ സഭയിൽ വെച്ച് കൃഷ്ണനെ അപമാനിക്കണം എന്ന് തീർച്ചയാക്കി. എല്ലാരോടും നേരത്തെ തന്നെ സഭയിലേക്ക് വരാൻ പറഞ്ഞു. ദുര്യോധനൻ നേരത്തെ തന്നെ കൂടിയൊക്കെ കഴിഞ്ഞ് നേരത്തെ തന്നെ സഭയിലേക്ക് എത്തി. ആ സഭയിലേക്ക് എത്തിയതിനു ശേഷം രാജാക്കന്മാരോടായിട്ട് ഇങ്ങനെ പറയാനുണ്ടായത്, അല്ലേ രാജാക്കന്മാര്, നിങ്ങൾ ആരും കൃഷ്ണൻ സഭയിൽ വരുന്ന സമയത്ത് ഇരുന്ന സ്ഥലത്ത് നിന്ന് എണീറ്റ് അവനെ ആദരിക്കരുത്. ഈ ആദരിക്കരുത് എന്ന് പറയുമ്പോ സഭയില് പലതരക്കാരും ഉണ്ടാവും. ചിലപ്പോ ആദരിക്കണമെന്നുള്ളവരും ഉണ്ടാവും. അങ്ങനെ ആരെങ്കിലും എന്റെ വാക്ക് കണക്കാക്കാതെ കൃഷ്ണനെ മാനിക്കാൻ പുറപ്പെട്ടാൽ
ഇരുന്ന സ്ഥലത്ത് നിന്ന് എണീറ്റ് കൃഷ്ണനെ ആദരിച്ചാൽ അവരെ ഞാൻ ശിക്ഷിക്കും. അതത്രയല്ലേ ഉള്ളൂ. ശിക്ഷ എന്ന് പറഞ്ഞാൽ പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ചു ദിവസം വല്ല കാരാഗ്രഹത്തിൽ ഏർക്കേണ്ടി വരും. അതത്രയല്ലേ ഉള്ളൂ. പുറത്തേക്കാൾ സുഖാന്നാ കേൾക്കണത്, പരമസുഖം അകത്തെ കാര്യം എന്നാ പറയണത്. യോഗ്യന്മാരെ അനവധി അകത്തുണ്ടല്ലോ, പണ്ട് ഭരിച്ചിരുന്നവരുൾപ്പെടെ. ഇനി അനവധി ആൾക്കാർ പോകാൻ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഇന്നാൾക്കൊന്നൊന്നുമില്ല, ആർക്കും വേണമെങ്കിലും കാരാഗ്രഹവാസമാവാന്നായിട്ടുണ്ട്. തന്ത്രിക്കായാലും വിരോധമില്ല, തന്ത്രിക്കും ആവാന്നായിട്ടുണ്ട്. അപ്പൊ പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരാഗ്രഹവാസാവും എന്നാണെങ്കിൽ അതല്ല എന്റെ ശിക്ഷ. പിന്നെയോ ദ്രവ്യം കൊണ്ടുള്ള ശിക്ഷ. അതെന്താ? ആരാണോ എന്റെ വാക്ക് കണക്കാക്കാതെ കൃഷ്ണനെ മാനിക്കാൻ പുറപ്പെടണത് അവരോരോരുത്തരും എനിക്ക് 12 ഭാരം വീതം സ്വർണം തരണം. അതാണ് എന്റെ ശിക്ഷ. അതുകൊണ്ട് അല്ലേ രാജാക്കന്മാര്, നിങ്ങളാരും എണീക്കരുത്. ദുര്യോധനൻ ഇങ്ങനെ പറഞ്ഞ സമയത്ത് ദുര്യോധന പക്ഷപാതികൾക്കൊക്കെ സന്തോഷായി. അങ്ങനെ തന്നെയാ വേണ്ടത്. ആ കള്ള കൃഷ്ണനെ ഇവിടെ നിന്ന് അപമാനിച്ച് അങ്ങോട്ടയക്കണം. എന്നാ ഭഗവാനെ കാണാൻ വേണ്ടി മാത്രം വന്നിരിക്കണ ചിലരുണ്ട്. അവർക്ക് ഇത് കേട്ടപ്പോ വല്ലാത്ത സങ്കടമായി. കൃഷ്ണ എങ്ങനെയാണ് അനാദരിക്കുക കൃഷ്ണ? ഈ മഹാഭാവി കാരണം എന്റെ പോലെ ഒന്നും സാധിക്കില്ലല്ലോ കൃഷ്ണ. സങ്കടായി. ആ സമയത്ത് അവരോരോരുത്തരും തമ്മിൽ ആലോചനയില്ല. ഇപ്പൊ എന്താ ചെയ്യാ? ഈ മഹാരാജാവ് പറയണ പോലെ കൃഷ്ണൻ വരുമ്പോ ഇരുന്ന കൃഷ്ണനെ അപമാനിക്കലാവും. അത് വേണോ സ്വർണം കൊടുക്കണോ? അവരോരോരുത്തരും തമ്മിൽ ആലോചനയായി. ആ സമയത്ത് ദുര്യോധനൻ കർണനെയും പറഞ്ഞുറപ്പിച്ചു. ദുര്യോധനന്റെ സിംഹാസനത്തിൽ തന്നെയാണ് കർണൻ ഇരിക്കണത്. കർണന്റെ ചുമലില് കൈയൊക്കെ ഇട്ടിട്ടാണ് ദുര്യോധനന്റെ നില. കർണ കർണ, ഇത് തനിക്കും ബാധകാണ് കേട്ടോ. താനും എണീക്കരുത്. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ പറഞ്ഞതുകൊണ്ടൊന്നും ആയില്ല. ചിലപ്പോ ചിലർ എണീറ്റൂന്ന് വരും. അവിടെ ഇവിടെ ചില ഇണക്കൊക്കെ കാണാണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഈ ഭാഗത്തെ താൻ മനസ്സിരുത്തിക്കോളൂ, ഇവിടെയൊക്കെ ഞാനാവാം എന്ന് കർണനെയും പറഞ്ഞ് ഉറപ്പിച്ചിരിക്കണതിന്റെ ഇടയിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ സഭയിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചത്. അതോടുകൂടി എന്തായി? സകല രാജാക്കന്മാരും ഇരുന്ന സ്ഥലത്ത് നിന്ന് എണീറ്റൂന്ന് വേണം പറയാൻ. എന്നാ ആരെങ്കിലും ചിലരവിടെ എണീറ്റൂന്നാണോ? അതല്ല, സമസ്ത ഭൂമിപാല സകല രാജാക്കന്മാരും ഇരുന്ന സ്ഥലത്ത് നിന്ന് എണീറ്റൂന്ന് വേണം പറയാൻ. എണീറ്റൂന്ന് മാത്രല്ല, ചിലര് പ്രാർത്ഥിക്കാനും നമസ്കരിക്കാനും ഒക്കെ അങ്ങോട്ട് തുടങ്ങി. കൃഷ്ണ കൃഷ്ണ മുകുന്ദ മുരാരെ, 1 2 3. എടോ 108 നമസ്കാരം വേണം എന്നാ നിരീക്കണത്. ഇതൊന്നും എപ്പോഴും തരായിന്ന് വരില്ല. 10 11 12. അയ്യോ എന്താടോ 12 എണ്ണിയപ്പോഴേക്കും നിർത്തിയത്? 12 എന്ന് പറഞ്ഞപ്പോഴാ ആ മഹാഭാവി കാരണം സ്വർണത്തിന്റെ കാര്യം ഓർമ്മ വന്നത്. ഇതോടുകൂടി നിർത്തിയെന്നേ ഉള്ളൂ. ഇത്രയെങ്കിലും ആയല്ലോ നിരീച്ച് സമാധാനിക്കുക. ഇങ്ങനെ തുടങ്ങി രാജാക്കന്മാരെ എണീക്കാനും പ്രാർത്ഥിക്കാനും നമസ്കരിക്കാനും ഒക്കെ. ആ സമയത്ത് ദുര്യോധനന്റെ അവസ്ഥയോ? ആ ഗുരുപതിയാകട്ടെ ദുര്യോധനൻ കർണനെ പറഞ്ഞിരിക്കുന്നല്ലോ. അതിനിടയിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ സഭയിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചത്. രാജാക്കന്മാരെ എണീക്കാനും ദുര്യോധനൻ എണ്ണാനും തുടങ്ങി. 1 2 3. എണീറ്റു കർണ, എണീറ്റു. സകലരും എണീറ്റു. സ്വർണം, ധാരാളം സ്വർണം കിട്ടും. അതില് ദുര്യോധനൻ ഇത്രയും നിരീക്ഷില്ല. എല്ലാരും എണീക്കുന്നൊന്നും വിചാരിച്ചില്ല. ചിലപ്പോ ചിലർ എണീറ്റൂന്ന് വരും. അവരിന്ന് സ്വർണം മേടിക്കാന്നേ നിരീച്ചുള്ളൂ. ഇതിപ്പോ എല്ലാരും എണീറ്റപ്പോ ദുര്യോധനന് സന്തോഷായി. അവഷ്ടംഭത്തോടു കൂടിയാണായി തീർന്നു ദുര്യോധനൻ. ദുര്യോധനന്റെ അഹങ്കാരം അങ്ങോട്ട് വർദ്ധിച്ചു. അമ്പട ഞാനേ, എന്റെ ബുദ്ധിയിലൊരു വൈഭവേ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശിക്ഷ നിശ്ചയിക്കണോ? കൃഷ്ണൻ വരുമ്പോ എണീറ്റ കൈ വെട്ടും, കാല് വെട്ടും, ശിരച്ഛേദം ചെയ്യും. ഇങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം ശിക്ഷ. ഇതൊന്നുമല്ല. എന്താ അതിബുദ്ധിമാനാ ദുര്യോധനൻ. കണക്കാക്കിട്ടാ ഇങ്ങനെ ഒരു ശിക്ഷ നിശ്ചയിച്ചത്. ശിക്ഷ ലഭിക്കുന്നവന് അത് ശിക്ഷയാവണം. തനിക്ക് അതുകൊണ്ട് ലാഭം ഉണ്ടാവും. ഇത് അതിബുദ്ധിമാന്മാർക്കേ സാധിക്കൂ. ഇപ്പൊ കാരാഗ്രഹത്തിലിട്ട തനിക്ക് വലിയ മെച്ചൊന്നുമില്ല, ചെലവിന് കൊടുക്കും വേണം. ഇപ്പൊ കയ്യോ കാലോ വെട്ടിയ അവന് ദണ്ഡ അനുഭവിക്കാന്നേ ഉള്ളൂ. ഇതല്ല, അവന് ശിക്ഷയാവും ചെയ്യും, തനിക്ക് അതുകൊണ്ട് ലാഭം ഉണ്ടാവും. ആ സ്വർണ്ണമുദ്ര കിട്ടുമെന്ന് ആലോചിച്ചപ്പോ ദുര്യോധനന്റെ അഹങ്കാരം അങ്ങോട്ട് വർദ്ധിച്ചു. അമ്പട ഞാനേ, മാത്രല്ല അവിടെ ഇരുന്നും കൊണ്ടു അങ്ങോട്ട് ഇളകി. ഇളക്കം പക്ഷെ പിന്നെ നിക്കണ്ടായില്ല. ഇതെന്താ ഇളകണത്? ഈ സിംഹാസനം ഇപ്പൊ എന്താ ഇളകണത്? ഇനിപ്പോലെ ഭൂമിയൊക്കെ മറ്റായിരിക്കോ? അവിടെ ഇവിടേക്ക് ഉണ്ട് എന്ന് കേൾക്കാണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ മാത്രമായിട്ട് ഇളകില്ല. ഓ കർണന്റെ വകയോ? ചിലർക്കില്ലേ വർദ്ധിക്കുമ്പോ കൈയും കാലൊക്കെ ഇട്ട് വർദ്ധിച്ചോണ്ടിരിക്കുക. കർണ കർണ വേണ്ട. അതിനൊന്നും വേണോ
ഇളക്കിയില്ലാലോ? ഇളക്കണ്ടാന്ന്. എന്തിളക്കണ്ടാന്ന്? എടോ സിംഹാസനം ഇളക്കണ്ടാന്ന്. ഞാനല്ല ഇളക്കണത്, ഇത് ഇളകണ്ട്. അതെനിക്കറിയില്ല. ഇതിലിപ്പോ ഞാനും താനും മാത്രല്ലേ ഉള്ളൂ. ഞാനല്ല നിശ്ചയം. അപ്പൊ താൻ തന്നെയാ. ഞാനും അല്ലാതെ എനിക്കും അറിയാം. കർണ അഴുത് കർണ ഗോഷ്ഠി കാണിക്കരുതെന്ന് എല്ലാവരും ഇങ്ങടെ തന്നെയാ നോക്കണത്. കൃഷ്ണനും ഇങ്ങടെ തന്നെയാ ശ്രദ്ധിക്കേണ്ടത്. അഴുത് കർണ. ഞാനല്ല മഹാരാജാവ്, താനല്ല രാജാവ്, അത് ഞാനാ. അതുകൊണ്ടാ തന്നോട് ഈ സിംഹാസനം ഇളക്കരുത് എന്ന് പറഞ്ഞത്. ഞാനല്ല ഇളക്കണത്. കർണ വേണ്ട, സുഹൃത്താണ്, തോഴനാണ്, സഖാവാണ് എന്നൊന്നും നിരീക്കില്ല. സിംഹാസനം ഇളക്കാൻ പുറപ്പെട്ട ഞാൻ ശിക്ഷിക്കും. കുറച്ച് കഴിഞ്ഞപ്പോ കർണൻ അവിടെ എനിക്ക് മാറി. കർണൻ അറിയാം താനല്ല ഇളക്കണത് എന്ന്. അതുവരെ ദുര്യോധനൻ നിരീച്ചതെന്താ കർണൻ ഇളക്കണത് എന്ന്. കർണൻ എണീറ്റ് മാറിയപ്പോ സിംഹാസനത്തിന് ഇളക്കാൻ നിലയ്ക്കല്ല വർദ്ധിക്കേണ്ടായത്. ഇത് എന്താ ഇളക്കണത്? ഇനിയിപ്പോ കർണനല്ലേരിക്കോ ഇളക്കിണ്ടാവുക? കർണൻ ഇരിക്കുമ്പോ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. ഒരാളും കൂടി ഇരിക്കുന്നത് എന്തായാലും ആശ്വാസ. വേറെ വല്ലവരെ കഥേനം കർണൻ തന്നെയാ. കർണ കർണ ഇവിടെ ഇരുന്നോളൂ, ഇവിടെ ഇരുന്നോളൂ. വേണ്ട, ഞാൻ അവിടെ നിന്നോളാം. അതല്ല, ഇവിടെ ഇരുന്നോളൂന്ന്. വേണ്ട, കണ്ടില്ലേ കർണ സിംഹാസനം ഇളകുന്നത്? സിംഹാസനം ഇളകിയാൽ അത് ഉറപ്പിക്കേണ്ട കടമ സുഹൃത്തുക്കളുടേതല്ലേ? അതെ അതെ, സിംഹാസനം ഇളകി ഉറപ്പിക്കാൻ സുഹൃത്തുക്കൾ വേണം, വേറെ ഒന്നിനും വേണ്ടേനും. അതൊക്കെ പിന്നെ ആലോചിക്കാൻ കർണ വരൂ. കർണൻ വരാനും പോയില്ല, ഇരിക്കാനും പോയില്ല. കുറച്ച് കഴിഞ്ഞപ്പോ എന്തായി? സിംഹാസനത്തിന്റെ ഇളക്കം വർദ്ധിച്ചു തുടങ്ങി. അതോടുകൂടി ദുര്യോധനൻ അതും അമർത്തി പിടിച്ചിരിക്കാനും തുടങ്ങി. അതങ്ങനെയാണല്ലോ, ഇരിക്കണ സ്ഥാനത്തിന് ഇളക്കം തട്ടിയ പിന്നെ അതിന്ന് വീഴാതിരിക്കാനുള്ള സകല പണി നോക്കും. കേൾക്കാനില്ലേ ഓരോരോ കഥകള്? വീഴാതിരിക്കാൻ എത്രയൊക്കെ മണി എടുക്കണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോ എന്തായി? പീഠദേശാൽ വിഭ്രഷ്ട അഭൂത്, സിംഹാസനത്തിന് ചാടപടധീം എന്ന് പറഞ്ഞ് വീഴുകയും ചെയ്തു. വീഴുമ്പോഴും സിംഹാസനത്തിന്റെ പിടുത്തം വിട്ടേർന്നില്ല. അതുകൊണ്ട് എന്തായി? സിംഹാസനം നേരെ ദുര്യോധനന്റെ മേലും മാറത്തും വന്ന് വീണു. കണ്ട എന്താ തോന്നുക? നിന്നെ ഞാൻ കുറെ കാലം ചുമന്നതല്ലേ, ഇനി നീ കുറച്ചെണ്ണീ ചുമക്കുക എന്ന് പറഞ്ഞ് സിംഹാസനം മേല് കയറിയിരിക്കാ തോന്നും. എന്നാ ആരും കാണാത്തപ്പോഴേ വീഴ്ചാന്ന് വെച്ചാൽ സാരില്ല, ഒന്ന് പൊടിയും തട്ടി എണീറ്റ് പോയാ മതി. ഇതല്ല. സകല രാജാക്കന്മാരും തുറിച്ചു വീഴ്ച നോക്കിയിരിക്കുമ്പോഴാണ് അത്യപകടമായിട്ട് വീഴുണ്ടായത്. ആ സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ മന്ദസ്മേരത്തോടുകൂടി സഭയിലേക്ക് പ്രവേശിച്ച് നേരെ ദുര്യോധനന്റെ അടുത്ത് ചെന്ന് സിംഹാസനം എടുത്തുമാറ്റി. മഹാരാജാവ് എണീക്കൂ. ദുര്യോധനനോട് എണീക്കാനും പറഞ്ഞു. ആരെ അപമാനിക്കണം നിരീക്ഷിച്ചിട്ടാണോ രാജാക്കന്മാരോട് ഇരുന്ന സ്ഥലത്ത് എണീക്കരുത് എന്ന് പറഞ്ഞത്? ആ കൃഷ്ണൻ തന്നെ വേണ്ടി വന്നു തന്നെ സഹായിക്കാനും. അപ്പോഴും ദുര്യോധനൻ ആലോചിക്കണ്ടായില്ല, ഇതാരാണ്, എന്താണ്, സാക്ഷാൽ പരമപുരുഷൻ തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് ആ ദുര്യോധനൻ അപ്പോഴും നിരീക്കണ്ടായില്ല. ഇങ്ങനെ യാതൊരു ഭഗവാൻ ശ്രീകൃഷ്ണനോ തന്നെ പരമഭക്തരായിരിക്കുന്ന പാണ്ഡവരുടെ ദൗത്യത്തെ നിർവഹിപ്പാനായിക്കൊണ്ട് കൗരവ സഭയെ പ്രാപിച്ച് സഭാവാസികളെ മന്ദസ്മേരത്തോടുകൂടി കടാക്ഷിച്ച് അവിടെ വർത്തിക്കുകയും ചെയ്തു. ഇപ്രകാരമെല്ലാമുള്ള ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണനോ ഭവാന്മാരെ രക്ഷിക്കട്ടെ. കളവേണുരവ കളായ നീല കമലാചുംബന ലംബടോതിരമ്യാ അളിപോത ഇവാരവിന്ദ മധ്യേ രമതാം മേ ഹൃതി ദേവകീ കിശോരാ. അടുത്തതായി സ്റ്റേജിൽ നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് പെയർ ഡാൻസ് ആണ്. പെയർ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഡബിൾ ഡാൻസ്. അവതരിപ്പിക്കുന്നത് ദുർഗാലക്ഷ്മി ഗിരിശങ്കർ. കുമാരി എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല, കൊച്ചുകുട്ടികളാണ്. നിവേദിത ഹരിശങ്കർ. പനവളപ്പിലെ 2 കൊച്ചു കലാകാരികളെ സ്റ്റേജിലേക്ക് കാണണം. ചെത്തിമന്ദാരം തുളസി പിച്ചകമാലകൾ ചാട്ടി ഒരു വായൂരപ്പ നിന്നെ കാണണം. മയിൽ പീലി ചൂടിക്കൊണ്ടും മഞ്ഞത്തോകിൽ ചുറ്റിക്കൊണ്ടും